ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഹൈക്കോടതിയിൽ ഹൈറിച്ചിൻ്റെ കേസ് ഉണ്ടായിരുന്നു. ഹൈറിച്ചിൻ്റെ 212 കോടി രൂപ അറ്റാച്ച് ചെയ്തതിനെ കുറിച്ചുള്ള കേസാണ്. ഇവരുടെ സ്ഥിരം സ്വഭാവം തന്നെയാണ് ഈ കേസിൽ നമ്മൾ കാണാൻ പറ്റിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കേരള സർക്കാർ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ഫ്രീസ് ചെയ്തപ്പോൾ ഇവർ അതിന് മറുപടി കൊടുക്കാതെ കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ പോവാതെ ഇവർ പാഞ്ഞും പോയത് ഹൈക്കോർട്ടിലേക്കാണ്. ഹൈക്കോർട്ടിലേക്ക് 2-3 തവണയൊക്കെ ഹൈക്കോർട്ടിൽ പോയ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ ഇവിടെയും ഇ ഡിയുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറാണ്, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവരുടെ നോട്ടീസ് കിട്ടി 31/3/2024 എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ 212 കോടി സർക്കാർ എടുക്കാൻ പോവുകയാണ്. ഇനി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ 31/3/2024 പറയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് 26-ാം തീയതി അവസാനിക്കാൻ 4 ദിവസമുള്ളപ്പോൾ ഇവർ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഹൈക്കോടതി ഇന്ന് അരമണിക്കൂറിലധികം നീണ്ട വാദത്തിൽ ജഡ്ജി ചോദിച്ചു, നിങ്ങളെന്താണ് ഇതിന് മറുപടി കൊടുക്കാത്തത്? നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത്? നിങ്ങൾ മറുപടി കൊടുക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറല്ലേ ബോധിപ്പിക്കേണ്ടത്. അല്ല, നമ്മൾ മറുപടി കൊടുക്കും, നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, 7-ാം തീയതി തീരുമാനിച്ചിട്ടുണ്ട്, 7-ാം തീയതിക്ക് നമ്മൾ മറുപടി കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറുപടി കൊടുക്കൂ, എന്നിട്ട് നമുക്ക് പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കാം. പിന്നെ ഇവരുടെ വാദം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ എല്ലാ പണവും ഇവർ ഫ്രീസ് ചെയ്തു. അങ്ങനെ നമ്മൾ എല്ലാ പണവും കള്ളപ്പണമല്ല, നമ്മൾ ന്യായമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയൊക്കെ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ പണവും ആയതുകൊണ്ട് നമുക്കിപ്പം ബിസിനസ് നടത്താൻ പറ്റുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിന് 1 മിനിറ്റ് അതിൽ ഈ പരാതിയുള്ള പൈസ വെച്ചിട്ട് ബാക്കി തേച്ച് നമുക്ക് തരാനുള്ള ഉത്തരവുണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇന്ന് ഹൈക്കോടതിയിൽ പോയത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞ്, ഇത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ എത്രമാത്രം നിങ്ങളുടേത് ഇതുപോലെയുള്ള പറ്റിച്ചുണ്ടാക്കിയ പൈസയാണെന്ന് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥരും ഇതിപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അയാളെ പോയി കണ്ടിട്ട് അയാൾക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാം. അയാൾക്കിതിൽ മാറ്റം വരുത്താനുള്ള അധികാരമൊക്കെയുള്ള ആളാണ്. അയാളെ നിങ്ങൾക്ക് പോയി കാണാം. അതുപോലെ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എമൗണ്ട് റിലീസ് ചെയ്യാനുള്ള ഇതുണ്ട്. ഇനി അവസാനം ഞാനിപ്പോൾ ആ 30,000 ചെറിയ നിങ്ങൾ പറയുന്ന തുക ഒഴിവാക്കി ബാക്കി തേച്ച് നിങ്ങൾ എടുത്തോ എന്ന് ഉത്തരവിട്ടതിന് ശേഷം ലാസ്റ്റ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ പറയുന്നു, അല്ല, ഇവരുടെ തേച്ചും, ഇവർ കള്ളന്മാരാണ്, പെരുങ്കള്ളന്മാരാണ്, ഇവരുടെ തേച്ച് പൈസയും ഇതുപോലെ കള്ളപ്പണം ആണ്, ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതൊക്കെ നിങ്ങൾ ബാക്കിയൊക്കെ നിങ്ങളപ്പോൾ പുട്ടടിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ അത് ഏതായാലും ശരിയല്ല. നിങ്ങൾ എന്തായാലും കിട്ടിയിരിക്കുന്ന നോട്ടീസിന് മറുപടി കൊടുക്കാൻ നോക്കൂ. അപ്പോൾ 7-ാം തീയതി കഴിഞ്ഞിട്ട് നോട്ടീസിന് മറുപടി, അതിന് ശേഷം 7-ാം തീയതി ഇവർ മറുപടി കൊടുക്കുമെന്ന് പറയുന്നു. 7-ാം തീയതിക്ക് ശേഷം നമുക്ക് അടുത്ത 11-ാം തീയതി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടി വാദം കേൾക്കാം. അപ്പോൾ ഈ ഹൈക്കോടതി മറ്റൊരു ഡയറക്ഷൻ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വക്കീലന്മാർക്ക് കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ ഇവർ മറുപടി തരികയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് അതിൽ തീരുമാനമുണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറെ, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയെ ബന്ധപ്പെട്ടിട്ട് ഒരു തീരുമാനം പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 120 ഡേയ്സാണ് ഇതിൻ്റെ കാലാവധി. അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർക്ക് തീരുമാനം എടുക്കാനുള്ള കാലാവധി എന്ന് പറയുന്നത് 120 ഡേയ്സാണ്. അപ്പോൾ അത് ആ സമയത്തിന് എടുത്താൽ മതി. 120 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മാസം അല്ലേ? മെയ് അവസാനത്തോടു കൂടി അതിലൊരു തീരുമാനം ഉണ്ടാവും. നമ്മുടെ ജനുവരി 24-നാണ് തോന്നുന്നു, ജനുവരി 24-നാണ് ഇവരുടെ ആസ്തികളൊക്കെ അറ്റാച്ച് ചെയ്തത്.
ED അറ്റാച്ച് ചെയ്തത്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 24 ഒരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ് പാളീസായ ഒരു ദിവസമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കേസുകൾ കൊടുക്കുന്നത്? അപ്പോൾ നിയമത്തിൽ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറാണ് ഇതിൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ നിങ്ങളുടെ ഈ ടെമ്പററി അറ്റാച്ച്മെൻറ്റ് പെർമനൻ്റ് ആക്കുന്നതിന് മുമ്പിൽ നിങ്ങൾക്ക് നോട്ടീസ് തരികയും അതിലെന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുകയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ നോട്ടീസിന് മറുപടി പോലും കൊടുക്കാതെ നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു ഇടക്കാല ഉത്തരവ് കിട്ടുമോ, എന്നിട്ട് അത് വെച്ചിട്ട് വെടിപൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഹയർ ചോളികൾക്ക് വെടിപൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാകുമോ എന്ന് നോക്കി നടക്കുകയാണ്. ഒരു നിത്യനിദാന ചിലവുകൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ പൈസ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഇവരുണ്ടാക്കിയിരുന്ന പുകയിലൊന്നും നമ്മൾ മറക്കാറായിട്ടില്ല. നട്ടുച്ചക്കൊക്കെ അല്ലേ വെടിപൊട്ടിച്ചിട്ട് എൻ്റെ അമ്മയെ. പിന്നെ വെടിപൊട്ടിക്കുമ്പോൾ ജയ് ഹരീജ് എന്ന് വിളിച്ചിട്ട് നമ്മൾ വെടിപൊട്ടിക്കുമ്പോൾ അതിൻ്റെ ആ ശബ്ദവും അതിൻ്റെ ആ മനോഹാരിതയും ഒക്കെ ആസ്വദിക്കുകയാണ്. അപ്പോൾ ഇവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിളിച്ച് പോവുകയാണ് ജയ് ഹരീജ്. അപ്പോൾ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് ക്ലിയറാണ്. ഈ കള്ളപ്പണക്കാർ ഈ കള്ളന്മാർക്ക് ഒരു തരത്തിലുള്ള ആശ്വാസവും കിട്ടാൻ സാധ്യതയില്ല. അടുത്ത് തന്നെ ഈ മാസത്തിൻ്റെ അവസാനത്തോടുക തന്നെ 212 കോടി രൂപ സർക്കാരിൻ്റെതായിട്ട് മാറും എന്നാണ് ഇന്നത്തെ ആ ഒരു പ്രൊസീഡിങ്സൊക്കെ. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രൊസീഡിങ്സാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമം ഒക്കെ കൃത്യമായി നിർവചിച്ചുകൊണ്ട് പിന്നെ ഹൈക്കോർട്ടിനും മറ്റു കോടതികൾക്കുമുള്ള അധികാരങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഒരു ഇടക്കാല ഉത്തരവുമില്ല. അതിൻ്റെ ഒരു പ്രൊസീഡിങ്സ് എന്ന ഇതിൽ 7-ാം തീയതി ഇവർ മറുപടി കൊടുക്കണം. അപ്പോൾ ഇവർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇവർക്കറിയാലോ ഇവരിങ്ങനെ ചെയ്യുന്നതൊക്കെ ഇവർക്ക് അനർത്ഥമായിട്ട് വരികയാണ്. ഇവർ മുൻകൂർ ജാമ്യത്തിന് പോയപ്പോൾ കോടതി പറഞ്ഞു അവിടെ പോയിട്ട് പിന്നെ കീഴടങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഓർഡർ ഇടും, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ഇടുന്നു പറഞ്ഞു. അതുപോലെ ഇപ്പോൾ EDയുടെ നോട്ടീസിന് മറുപടി കൊടുക്കാതെ ഹൈക്കോടതിയിൽ പോയിട്ട് ഇടക്കാല ഉത്തരവിന് ശ്രമിച്ചപ്പോൾ പിന്നെ ഹൈക്കോടതി പറഞ്ഞു വേഗം അതിന് മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ അവർ തേച്ചിപ്പം തന്നെ അത് ഫുൾ അറ്റാച്ച് ചെയ്യും. അപ്പോഴാണ് ഇവർ പെട്ടെന്ന് തന്നെ നമുക്ക് 7-ാം തീയതി മറുപടി കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7-ാം തീയതി മറുപടി കൊടുക്കുന്നുണ്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 31-ാം തീയതിയാണ് അവസാന ദിവസമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ പിന്നെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർക്ക് 31-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി ഇവരുടെ കയ്യിൽ നിന്ന് യാതൊരുവിധ മറുപടിയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കള്ളപ്പണം തേച്ചും കള്ളപ്പണം തന്നെയാണ്, ഇവർക്ക് പറയാൻ ഒരു ഡോക്യുമെൻറ്റും കാണിക്കാൻ ഒരു ഡോക്യുമെൻറ്റും ഇല്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇന്ന് തന്നെ വേണമെങ്കിൽ മുഴുവൻ 212 കോടി രൂപയും പിന്നെ പെർമനൻ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള ഓർഡർ വരുവാനുള്ളേ ഉള്ളൂ. അതൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ ഇവർ അതിൻ്റെ മേലെ പിന്നെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ദയാഹർജിയുമായിട്ട് പ്രസിഡൻറ്റിൻ്റെ കയ്യിലോ ഒക്കെ പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കുരുപൊട്ടുന്നവർക്ക് കുരുപൊട്ടുക, തുടക്കുക, അങ്ങനെയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എന്താണ് ഇതൊക്കെ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ബൈ. കുരുപൊട്ടുന്നവർ ഓയിൽമെൻറ്റ് പുരട്ടുക, തുടക്കുക, കഴുകുക, അല്ലെങ്കിൽ അത് വലിയ വ്രണമായിട്ട് മാറും. ഓക്കെ, ബൈ.